പിതാവായ മഹാദേവനെ കാണാൻ മഹാവിഷ്ണുവിന്റെ രൂപം ധരിച്ച് കൈലാസത്തിലെത്തിയ വിഷ്ണുമായ സ്വാമിയുടെ അത്ഭുത ജനന കഥ. കൈലാസത്തിലെ മാതാ പാർവതിയുടെ വിശ്വസ്തയായ തോഴിയായിരുന്നു മനസ്വിനി. ഒരു ദിവസം മാതാ പാർവതി സ്നാനത്തിനായി പോയപ്പോൾ ഗണപതി ഭഗവാന് വിശന്ന് കരയാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കാനാവാതെ മനസ്വിനിയുടെ ഉള്ളിലെ മാതൃത്വം ഉണർന്നു. അവൾ സ്നേഹത്തോടെ ബാലഗണപതിയെ മുലയൂട്ടി. തിരികെ എത്തിയ മാതാ പാർവതിക്ക് ആദ്യം കോപം തോന്നി. നീ ഭൂമിയിൽ കൂളികുലത്തിൽ ജനിക്കട്ടെ എന്നവൾ ശപിച്ചു. പക്ഷേ മനസ്വിനിയുടെ നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോൾ മാതാ പാർവതിയുടെ മനസ്സലിഞ്ഞു. നിന്റെ മുലപ്പാൽ നുകരാൻ ഒരിക്കൽ ഈശ്വരപുത്രൻ തന്നെ നിന്നരികിലെത്തും എന്ന് മാതാ പാർവതി അനുഗ്രഹവും നൽകി. അങ്ങനെ മനസ്വിനി ഭൂമിയിൽ കൂളി വാകയായി ജനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ മഹാദേവൻ ഭൂമിയിലെ കൂളി വനത്തിലെത്തി. ആ സമയം മഹാദേവൻ ഒരു മാധുര്യമാർന്ന ഗാനം കേട്ടു. ആ ഗാനം പിന്തുടർന്നെത്തിയപ്പോൾ മഹാദേവൻ കൂളി വാകയെ കാണാനിടയായി. അവളുടെ നിഷ്കളങ്കതയും ലാളിത്യവും മഹാദേവന്റെ മനസ്സ് കീഴടക്കി. പരിഭ്രാന്തയായ കൂളി വാക തന്റെ ഇഷ്ടദേവിയായ മാതാ പാർവതിയെ പ്രാർത്ഥിച്ചു. ഭക്തയുടെ വിളി കേട്ട മാതാ പാർവതി അവിടെ പ്രത്യക്ഷപ്പെട്ട് കൂളി വാകയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ മുൻജന്മ നിയോഗമാണ്, അതുകൊണ്ട് നീ പരിഭ്രാന്തയാകേണ്ട ആവശ്യമില്ല. തുടർന്ന് മാതാ പാർവതി കൂളി വാകയെ സുരക്ഷിതമായി വീട്ടിലേക്ക് അയച്ച ശേഷം മാതാ പാർവതി തന്നെ കൂളി വാകയുടെ വേഷം ധരിച്ച് മഹാദേവന്റെ മുൻപിലെത്തി. ഈ സമാഗമനത്തിൽ അവർക്ക് 400 പുത്രന്മാർ ജനിച്ചു. അവരായിരുന്നു ചാത്തന്മാർ. അവരിൽ ഏറ്റവും തേജസ്സുള്ള 2 പുത്രന്മാരുണ്ടായിരുന്നു. അങ്ങനെ മാതാ പാർവതി ഈ കുട്ടികളെ വളർത്താൻ കൂളി വാകയുടെ കൈകളിൽ ഏൽപ്പിച്ചു. തന്റെ ശാപം അനുഗ്രഹമായി മാറിയെന്ന് അവൾ മനസ്സിലാക്കി. കൂളി വാകയുടെ വാത്സല്യത്തിൽ വളർന്ന 400 ബാലന്മാരിൽ 2 ബാലന്മാർ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. അമാനുഷികമായ ശക്തിയും അതിലേറെ ബുദ്ധിശക്തിയും ആ 7 വയസ്സുകാരന്മാർക്കുണ്ടായിരുന്നു. അവരായിരുന്നു കരിങ്കുട്ടിയും വിഷ്ണുമായയും. വർഷങ്ങൾക്കു ശേഷം വിഷ്ണുമായയുടെ 7ാം വയസ്സിൽ നാരദ മഹർഷി എത്തി. നീ മഹാദേവന്റെയും മാതാ പാർവതിയുടെയും പുത്രനാണ് എന്ന സത്യം പറഞ്ഞു. ഇത് കേട്ട ബാലൻ കൈലാസത്തിലേക്ക് യാത്രയായി. എന്നാൽ കൈലാസത്തിന്റെ കവാടത്തിൽ നന്ദികേശൻ അവനെ തടഞ്ഞു നിർത്തി. അപ്പോൾ ആ ബാലൻ തന്റെ മായാശക്തിയാൽ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ചു. ആ ദിവ്യ രൂപം കണ്ട നന്ദി ഒരു നിമിഷം പോലും ആലോചിക്കാതെ വഴി മാറി നിന്നു. മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ അകത്തെത്തിയ ബാലൻ പിന്നീട് തന്റെ യഥാർത്ഥ രൂപം കൈക്കൊണ്ട് ശിവപാർവതിമാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മകന്റെ ബുദ്ധിയും ശക്തിയും കണ്ട് മഹാദേവൻ അത്യന്തം സന്തോഷിച്ചു. മഹാവിഷ്ണുവിന്റെ രൂപം മായയാൽ ധരിച്ചു വന്നതിനാൽ ഇനി മുതൽ നീ വിഷ്ണുമായ എന്നറിയപ്പെടും എന്ന് മഹാദേവൻ നാമകരണം ചെയ്തു. തുടർന്ന് ദുഷ്ടനിഗ്രഹത്തിനായി ലോകത്തിലെ സകല ആയോധന കലകളും മന്ത്രതന്ത്രങ്ങളും മഹാദേവൻ തന്റെ പുത്രന് ഉപദേശിച്ചു നൽകി. ലോകത്തെ പീഡിപ്പിച്ചിരുന്ന മൃഗാസുരൻ, ജലന്ധരൻ എന്നീ അസുര നിഗ്രഹത്തിനാണ് വിഷ്ണുമായ സ്വാമി അവതരിച്ചത്. എല്ലാ ആയോധന കലകളും അഭ്യസിച്ച വിഷ്ണുമായ സ്വാമിക്ക് വേണമെങ്കിൽ കൈലാസത്തിലോ സ്വർഗത്തിലോ ദേവന്മാർക്കൊപ്പം സസുഖം വാഴാമായിരുന്നു. എന്നാൽ സ്വാമിയുടെ മനസ്സ് നിറയെ ഭൂമിയിലെ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരായിരുന്നു. തുടർന്ന് വിഷ്ണുമായ സ്വാമി ഭൂമിയിൽ വസിക്കാൻ തന്നെ തീരുമാനമെടുത്തു. ഇന്നും വിഷ്ണുമായ സ്വാമി ഭക്തരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പോത്തിനെ വാഹനമാക്കിയ വിഷ്ണുമായ സ്വാമി കുറുവടി ആയുധമാക്കി അധർമ്മത്തെ നശിപ്പിക്കുന്ന ദൈവമായി ആരാധിക്കപ്പെടുന്നു. വിഷ്ണുമായ സ്വാമിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം വിഷ്ണുമായ സ്വാമി നമഃ.